ഹലോ. ഇന്ന് നമ്മളെ ഒരു യാത്രയിലാണേ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല കേട്ടോ വന്നിരിക്കണേ. ഇന്നൊരു യാത്രയിലാണ്. അപ്പൊ ഇത് പാലക്കാട് വടക്കഞ്ചേരി റോഡാണ്. അപ്പൊ നമ്മൾ പോണത് എൻ്റെ അമ്മയുടെ വീട്ടിലാട്ടോ. തറവാട്ടിലൊരു പൂജ ഉണ്ട്, അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവിടെ എത്തി പൂജയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തുമ്പോഴേക്കും. ഇപ്പോൾ നാഗന്മാർക്കും പിന്നെ ഒരു ദേവിയുടെ ക്ഷേത്രമുണ്ട് കുഞ്ഞത്, അപ്പൊ അവിടെ ആയിട്ടാണ് പൂജ. അപ്പൊ കുടുംബത്തിലെല്ലാവരും ഒത്തുചേരണ ഒരു സമയാട്ടോ. വർഷത്തിൽ ഒരു ദിവസമാണ് എല്ലാവരും ഒന്ന് ഒത്തുചേരണത്. അപ്പൊ രാവിലത്തെ പൂജയെ കഴിഞ്ഞിട്ട് കുറച്ച് ഇടവേളകളിൽ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കുട്ടികള് കണ്ണിയാർ കളിയൊക്കെ അമ്പലത്തിലൊക്കെ കളിക്കും. അപ്പൊ അവർക്ക് പാട്ട് അങ്ങോട്ട് കറക്റ്റായി കിട്ടാത്തതുകൊണ്ട് അവർക്കൊരു മടി കളിക്കാനൊക്കെ. പിന്നെ അങ്ങനെ ചെറിയ ചെറിയ കലാപരിപാടികളൊക്കെ എല്ലാവരുടെയും ഉണ്ടായിരുന്നു, കുടുംബത്തിലെല്ലാവരുടെയും. അപ്പൊ അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഒരു ദിവസം. വെച്ചാൽ നമ്മുടെ എല്ലാവരും വർഷത്തിലൊരു പ്രാവശ്യം കണ്ടുമുട്ടുകയാണ്. കുട്ടികൾക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ കുട്ടികളുടെ ഡാൻസും കുട്ടികളുടെ അമ്മമാരുടെ പാട്ടും ഡാൻസും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എല്ലാം കൂടിയിട്ട്. നമുക്കൊരു നല്ലൊരു ഹാപ്പി ആയിരുന്നു. വെച്ചാൽ എല്ലാവരുടെയും പാട്ട് ഡാൻസും പരിപാടികളും ഒക്കെ ആയിട്ട് എല്ലാവരും വയസ്സായവരായാലും ഒക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നേ. പിന്നെ നമുക്ക് ആ പൂജ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വൈകുന്നേരത്തും പൂജ ഉണ്ടായിരുന്നു. നാഗദൈവങ്ങൾക്കും ദേവിക്കും പിന്നെ നാഗബലി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എല്ലാ പൂജകളൊക്കെ നല്ല ഗംഭീരമായിട്ടുള്ള പൂജകളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ദേവിയാണ്, ദേവിക്കും അവിടെ പൂജ ഉണ്ടായിരുന്നു. പിന്നെ നാഗബലി ഉണ്ടായിരുന്നു. നാഗബലി കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും പിരിഞ്ഞു. പിന്നെ പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണത്. ഇത് എൻ്റെ വീടിന്റെ അടുത്തുള്ള ഞങ്ങളുടെ പാടവും കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളവിടെയാണ്. നല്ല രസം കേട്ടോ കാണാന്. പാലക്കാടൻ ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയണില്ലേ, അതാണ്. ഇത് കണ്ടില്ലേ, പനയുടെ പഴുത്ത അതല്ലേ, എന്താ പറയാ, പനന്നൊങ്ക് എന്നൊക്കെ പറയില്ലേ, ആ ആ ഒരു സംഭവമാണ്. പണ്ട് ഇതൊക്കെ ഞങ്ങള് കൂമ്പൊക്കെ ഉണ്ടാക്കും ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടിട്ട്. ഇവിടെ ഭയങ്കര മയിലുകളാട്ടോ, കുറേ മയിലുണ്ട്. അതുകൊണ്ട് കൃഷിയൊന്നും ആർക്കും ഇപ്പൊ ചെയ്യാനൊന്നും പറ്റാറില്ല. മയില്, പന്നി ഇതിന്റെയൊക്കെ ശല്യമാണ് കൂടുതലായിട്ട്. അതുകൊണ്ട് എല്ലാ കൃഷി കാര്യങ്ങളൊക്കെ മുടക്കത്തിലാണേ. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇഷ്ടം പോലെ പശുക്കളും ആടുകളും ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ താറാവ് വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ആകെ 5 6 പശുക്കളും 2 ആടുകളൊക്കെ തന്നെ കാണാനുള്ളൂ. പാടത്തൊന്നും അവര് ഇതൊന്നും കാണാനേ ഇല്ല. കന്നുകാലികളെ കാണല് കുറവാണ്. പിന്നെ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നെല്ല് കൃഷിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. താമരയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ താമരയുടെ സീസൺ കഴിഞ്ഞുകൊണ്ടാണ് പൂവില്ലാത്ത, അല്ലെങ്കിൽ ഫുള്ള് താമരപ്പൂവൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഇതൊക്കെ താമര ഇപ്പൊ ഉണങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അടിപൊളിയായിട്ട് താമര ഇങ്ങനെ പൂത്തു നിൽക്കുന്നതൊക്കെ കാണാനേ ഭയങ്കര രസമാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ വിശേഷങ്ങള്. ഇത്രയൊക്കെ ഉള്ളൂ.